Hi students, welcome back. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രാറ്റുവിറ്റി കവേർഡ് അണ്ടർ ദി പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആയിരുന്നു. പക്ഷേ നമ്മൾ ഗ്രാറ്റുവിറ്റിയുടെ മുമ്പ് നമ്മൾ ഗ്രാറ്റുവിറ്റി ഒന്ന് മാത്രം നമ്മൾ പഠിച്ച് അനലൈസ് ചെയ്താൽ മാത്രം പോരാ. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ എങ്ങനെ ആയിരിക്കണം. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സോ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ആൻഡ് ഓൾ നോൺ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ഓൾ ആർ വെരി സ്ട്രെസ്ഡ്. നമ്മളെല്ലാവരും വളരെ സ്ട്രെസ്ഡാണ്, അല്ലെങ്കിൽ നമുക്ക് എല്ലാം ടെൻഷനുണ്ട്. ഫ്യൂച്ചർ എന്താവും, അങ്ങനെ നമുക്ക് പല പല രീതിയിലുള്ള ടെൻഷൻ നമുക്കെല്ലാം ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഇതിൽ നമ്മൾ പറയുമ്പോൾ നമ്മളത് ഷെയർ ചെയ്യുക, നമ്മുടെ ടെൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ എല്ലാം പല കമ്മ്യൂണിക്കേഷൻസും എനിക്ക് തോന്നുന്നു പലതും ബ്രേക്കപ്പായി കിടക്കുകയായിരിക്കാം. ചില കമ്മ്യൂണിക്കേഷൻ എല്ലാം ബോണ്ടിങ് ആയിട്ടുണ്ടാവും, ചില എല്ലാം ഭയങ്കര ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരിക്കും. എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ടീച്ചർ സ്റ്റുഡൻറ്റ് അതിൽ ബ്രേക്കപ്പ് വന്നിട്ടുണ്ടോ ഇല്ലയോ നമ്മൾ സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ടെൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി നിങ്ങളുടെ ടീച്ചേഴ്സിനോട് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ നമ്മൾ മെൻ്റലി ഉള്ള നമ്മുടെ മെൻ്റലി സ്ട്രെസ് ഒഴിവായാൽ തന്നെ നമ്മൾ ഫിസിക്കലി നമ്മൾ ഓക്കെ ആയിരിക്കും. അപ്പോൾ ആ കാര്യം പ്രത്യേകിച്ച് കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കുക. ഇഫ് യു ഹാവ് എനി സ്ട്രെസ് യു ഹാവ് ടു ഡിസ്കസ് ഓർ ഷെയർ ഇറ്റ് വിത്ത് യുവർ ടീച്ചേഴ്സ്. നമുക്ക് പാരൻസിന് കൂടുതലായിട്ടുള്ള സ്ട്രെസ്സ് നമ്മൾ കൊടുക്കരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടീച്ചേഴ്സിനോട് ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. നല്ലൊരു റാമ്പോ ടീച്ചേഴ്സുമായിട്ട് നമ്മളെപ്പോഴും ക്രിയേറ്റ് ചെയ്യുക. അതാണ് നമുക്ക് വേണ്ടത്. അത് നമ്മുടെ സ്റ്റഡി പീരീഡിൽ അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ് എന്നല്ല, ആഫ്റ്റർ ദി കോഴ്സ് ആ ഒരു നല്ല റിലേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സക്സസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഏത് ഹൈറ്റ്സിൽ നമ്മൾ എത്തുന്ന സമയത്തും നമ്മളാവുന്നത് നമ്മുടെ മാത്രം കഴിവ് കൊണ്ടല്ല. അവിടെ നമ്മുടെ പാരൻസ് ഉണ്ടായിരിക്കാം, നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കാം, മറ്റു പലരും, സൊസൈറ്റിയിലുള്ള പലരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. സോ നമ്മളെപ്പോഴും അതിനോടുള്ള ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മളൊരു ക്ലാസ്സിലേക്ക് എൻട്രി ചെയ്യുകയാണെങ്കിലും നമ്മളൊരു ജോബ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ പറഞ്ഞ ഇതുപോലുള്ള നല്ല എമിനൻ്റ് ആയിട്ടുള്ള ആ വ്യക്തികളെ അല്ലെങ്കിൽ ആ വ്യക്തിത്വങ്ങളെ നമ്മൾ ഓർമ്മിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ജീവിതത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. പാഠപുസ്തകങ്ങൾ ഒതുങ്ങുന്ന പാഠങ്ങൾ മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ ജീവിതം എന്തെന്ന് അല്ലെങ്കിൽ അതിൻ്റെ തിരിച്ചറിവുകളിലുള്ള പാഠങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ എന്തെങ്കിലും പലതിനോടും നമുക്ക് ഇന്നത്തെ പല ജനറേഷൻ അല്ലെങ്കിൽ പലർക്കും പലതിനോടും അവഗണന അല്ലെങ്കിൽ ഒരു പുച്ഛമായിരിക്കും. പക്ഷേ കുറച്ച് മുമ്പ് വരെയുള്ള പല കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ, നല്ലതായ കാര്യങ്ങൾ നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം നമുക്കിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലതും നമ്മുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അതൊന്നും ഒരു വിലയില്ലാത്ത രീതിയിൽ കണ്ടുകൊണ്ട് നമ്മൾ പോവുകയാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടം നമ്മളെ ഇതെല്ലാം തിരിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ എന്തിനു വേണ്ടി നമ്മൾ മത്സരിക്കുന്നു? നമ്മൾ മത്സരിക്കുന്നതിന് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? ഇല്ല. കാരണം അവസാനം നമ്മളെല്ലാം ചേരുന്നത് ഒന്നിലാണ്. ആ ഒരു ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടാകണം. നമ്മുടെ എല്ലാം ബ്ലഡ്, അതിൻ്റെ കളർ സെയിം ആണ്, ഇറ്റ്സ് റെഡ്. സോ നമ്മളെല്ലാം യൂണിഫോമായി കാണാൻ നമ്മൾ ശ്രമിക്കുക. അതിനുവേണ്ടി നമ്മൾ പഠിക്കുക. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക. ഒരു റിവെഞ്ച് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് റിവെഞ്ച് ചെയ്യുക എന്നുള്ള രീതിയിലല്ല, നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ പഠിക്കുക, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുക ജീവിതത്തിൽ. അതിലാണ് നമ്മുടെ ബിഹേവിയർ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികൾക്കുണ്ടെങ്കിൽ നമ്മളത് ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഒരിക്കലും ഇങ്ങനെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട്സുകൾ ഇമ്പോസിബിൾ ആണെന്ന് അറിയാം. പക്ഷേ എന്നാലും നിങ്ങൾ ആ ഒരു കോൺടാക്ട്സ് നഷ്ടപ്പെടുത്തരുത്. ഓൾവേസ് ടച്ച് വിത്ത് യുവർ ടീച്ചേഴ്സ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രാറ്റുവിറ്റിയാണ് പറഞ്ഞത്. ഗ്രാറ്റുവിറ്റി കവേർഡ് അണ്ടർ ദി പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് എംപ്ലോയീസ് നോട്ട് കവേർഡ് അണ്ടർ ദി പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഗ്രാറ്റുവിറ്റി ആയിട്ടുള്ള എക്സംപ്റ്റഡ് എമൗണ്ട് തന്നെയാണ് ഇതിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ കവേർഡിൻ്റെ കേസിൽ തന്നെ നോട്ട് കവേർഡിലും എക്സംപ്റ്റഡ് എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി ലീസ്റ്റ് ഓഫ് ദി 3 ആണ് വരുന്നത്. ആ 3 കണ്ടീഷൻസിൽ ഫസ്റ്റ് കണ്ടീഷൻ വരുന്നത് ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ബൈ ദി എംപ്ലോയിക്ക് എത്രയാണോ ഗ്രാറ്റുവിറ്റി ആയിട്ട് റിസീവ് ചെയ്യുന്നത് ആ എമൗണ്ട് ആണ്. ദെൻ സെക്കൻഡ് എമൗണ്ട് പറയുന്നത് നോട്ടിഫൈഡ് ലിമിറ്റ് ₹20 lakhs, സെയിം ഇൻ ദ കേസ് ഓഫ് ഫസ്റ്റ് കേസ്. ദെൻ തേർഡ് കേസ്, ഈ രണ്ടും സെയിം തന്നെയാണ്. ഫസ്റ്റ് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് മാറ്റമില്ല. സെക്കൻഡ് കാറ്റഗറി വരുന്നത് നോട്ടിഫൈഡ് ലിമിറ്റ് ₹20 lakhs. ദെൻ ദി തേർഡ് കാറ്റഗറി വരുന്നത് 1/2 month salary based on the average salary for each year of completed സർവീസ്. കഴിഞ്ഞ സെയിം അതിൽ നമ്മൾ പറഞ്ഞു 15 days സാലറി ആയിരുന്നു അവിടെ. ഇവിടെ പറയുന്നത് 1/2 month സാലറി, 1/2 ഹാഫ് മന്ത്സ് എന്നാണ് വരുന്നത്. 15 ദിവസം തന്നെയാണ്. അതിനെ നമ്മൾ ഇതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1/2 എന്ന രീതിയിലാണ്. പക്ഷേ 1/2 നമ്മൾ കണക്കാക്കുന്നത് കഴിഞ്ഞ കേസിൽ ലാസ്റ്റ് ഡ്രോൺ ചെയ്ത സാലറി ബേസിലായിരുന്നു. ഇതിലെങ്ങനെയെന്ന് വെച്ചാൽ ആവറേജ് സാലറി ബേസിലാണ്. ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 മാസമായിട്ട്
ഈ SSC എത്ര സാലറിയാണോ ഡ്രോൺ ചെയ്തിരുന്നത്, റിട്ടയർമെൻറ്റിന് പ്രിസീഡിങ് വരുന്ന 10 മാസങ്ങളിൽ എംപ്ലോയി ഡ്രോൺ ചെയ്ത സാലറി, അതാണ് 10 month സാലറി. ആ 10 month സാലറി ബേസിലാണ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി ആവറേജ് സാലറി. ആ ബേസിൽ നമ്മൾ ആവറേജ് സാലറി നമ്മൾ കണ്ടുപിടിക്കണം. അതിൻ്റെയാണ് നമ്മൾ 1/2 month സാലറി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. കഴിഞ്ഞ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഈച്ച് ഇയർ ഓഫ് കംപ്ലീറ്റഡ് സർവീസ്, ഓൺലി ഈച്ച് ഇയർ ഓഫ് കംപ്ലീറ്റ് itself, not part thereof. Whereas in the case of first situation, that is covered under the Payment of Gratuity Act ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ കേസിൽ ഈച്ച് ഇയർ ഓഫ് കംപ്ലീറ്റഡ് സർവീസ് ആൻഡ് പാർട്ട് thereof in excess of 6 months. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30 years and 8 months, 31 നമ്മൾ ട്രീറ്റ് ചെയ്തു. ബട്ട് ഈ കേസിൽ നമ്മൾ 30 years and 8 months ഉണ്ടെങ്കിലും നമ്മൾ 30 മാത്രമേ എടുക്കുള്ളൂ. റൗണ്ട് ഇയേഴ്സ് മാത്രം, റൗണ്ട് ഫിഗറുള്ള ഇയേഴ്സ് മാത്രമേ എടുക്കുള്ളൂ. ഈച്ച് ഇയർ ഓഫ് കംപ്ലീറ്റഡ് സർവീസ് എന്ന് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പാണ്, അത് മാത്രമേ നമ്മൾ എടുക്കാവൂ. പാർട്ട് thereof അല്ലെങ്കിൽ എക്സസ് ഓഫ് 6 months ഉണ്ടെങ്കിൽ യു ഹാവ് ടു അവോയ്ഡ്, അതിനെ നമ്മൾ ലീവ് ചെയ്യണം, അത് നമ്മൾ കൺസിഡർ ചെയ്യരുത്. ഇതാണ് നോട്ട് കവേർഡ് അണ്ടർ ദി പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിൽ പറയുന്നത്. റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി റിസീവ്, ദെൻ സെക്കൻഡ് കാറ്റഗറി വരുന്നത് നോട്ടിഫൈഡ് ലിമിറ്റ് ₹20 lakhs, ദെൻ തേർഡ് 1/2 month സാലറി ബേസ്ഡ് ഓൺ ദി ആവറേജ് സാലറി. on the 10 month salary ആണ് പറയുന്നത്. 10 month salary for each year of completed service only, not part thereof. പ്രത്യേകം ശ്രദ്ധിക്കണം, part thereof in excess of 6 months എടുക്കരുത്. കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് മാത്രമാണ് ഈ കേസിൽ ഇൻക്ലൂഡ് ചെയ്യാവൂ. ഇതാണ് നോട്ട് കവേർഡ് അണ്ടർ ദി പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിൽ ഒരു അതർ എംപ്ലോയിയുടെ കേസിൽ വരുന്ന വാല്യൂഷൻ എക്സംപ്റ്റഡ് എമൗണ്ട് വരുന്നത്. ദെൻ ഇനി മീനിങ് ഓഫ് സാലറി, കഴിഞ്ഞ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമ്മൾ മീനിങ് ഓഫ് സാലറി, meaning of salary that is basic pay. നമ്മൾ പറഞ്ഞില്ലേ ലാസ്റ്റ് ഡ്രോൺ ചെയ്ത സാലറി നമ്മൾ പറയുന്നു, ആ സാലറി ലാസ്റ്റ് ഡ്രോൺ ചെയ്ത സാലറിയും പ്ലസ് DA ഫോം പാർട്ട് ആണെങ്കിൽ ഓൺലി, ഫോം പാർട്ട് ഓൺലി, ഫോം കഴിഞ്ഞ കേസിൽ നമ്മൾ ഫോം പാർട്ട് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എടുക്കുമായിരുന്നു, ഇതിൽ ഫോം പാർട്ട് ആണെങ്കിൽ മാത്രം. ഇതാണ് സെക്കൻഡ് വരുന്നത്. ദെൻ തേർഡ് വൺ കമ്മീഷൻ ബേസ്ഡ് ഓൺ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ, കമ്മീഷൻ ടേൺ ഓവർ ബേസിലുള്ള കമ്മീഷൻ, അത് നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യണം. ഇതാണ് നോട്ട് കവേർഡിലെ വാല്യൂഷൻ വരുന്നത്. നോട്ട് കവേർഡിൽ വരുന്നത് എക്സംപ്റ്റഡ് എമൗണ്ട് കാണുമ്പോൾ മീനിങ് ഓഫ് സാലറി ഈക്വൽ ടു സാലറി ലാസ്റ്റ് ഡ്രോൺ, ആ ലാസ്റ്റ് ഡ്രോൺ ചെയ്ത സാലറി പ്ലസ് DA ഡിയർനെസ് അലവൻസ്, ഫോം പാർട്ട് ഓർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്ന് ക്ലിയർ ആയി ക്വസ്റ്റ്യനിൽ തരും, അങ്ങനെയാണെങ്കിൽ മാത്രം എടുക്കുക. ദെൻ തേർഡ് വൺ കമ്മീഷൻ ബേസ്ഡ് ഓൺ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ, കമ്മീഷനും എടുക്കണം. ഇതാണ് വാല്യൂഷൻ കാണാനുള്ള മെത്തേഡ്. നോട്ട് കവേർഡ് അണ്ടർ ദി പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിലാണ് ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് നോട്ട് കവേർഡ്. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺ ലീവ് ആണ്. ഏൺ ലീവ് സാലറി എങ്ങനെയാണ് നമ്മൾ എക്സംപ്റ്റ്. അപ്പോൾ ഗ്രാറ്റുവിറ്റി നമ്മൾ കഴിഞ്ഞു, ഇനി നമ്മൾ ഏൺ ലീവ് സാലറി ഉണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് പെൻഷനുണ്ട്. നെക്സ്റ്റ് നമ്മൾ വരുന്നത് പെൻഷൻ എമൗണ്ടും ഈ കേസിൽ തന്നെ ഗവൺമെൻറ് എംപ്ലോയീസിന് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഗവൺമെൻറ് എംപ്ലോയീസ് പെൻഷൻ ഫുള്ളി എക്സംപ്റ്റ്. Then non-government employee. Non-government employees കേസിൽ പെൻഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആഫ്റ്റർ റിട്ടയർമെൻറ്റ് നമുക്ക് മന്ത്ലി കിട്ടുന്ന ഒരു എമൗണ്ടിനെയാണ് നമ്മൾ പെൻഷൻ എന്ന് പറയുന്നത്. അത് നമുക്കൊരു ലംസമായിട്ടാണ് ഉള്ളതെങ്കിൽ നമ്മൾ മന്ത്ലി ആയിട്ടാണ് അത് ഡ്രോൺ ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്കതിനെ കമ്മ്യൂട്ട് ചെയ്ത് വാങ്ങിക്കാം. ഒരുമിച്ച് ഒരു 70% നമുക്ക് വേണമെങ്കിൽ കമ്മ്യൂട്ട് ചെയ്യാം. ഒരു സർട്ടൻ പെർസെൻറ്റേജ് എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്കൊരു മന്ത്ലി നമ്മുടെ ഒരു സർവീസിന് അനുസരിച്ച് നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ പെൻഷൻ എന്ന് പറയുന്നത്. റിട്ടയർമെൻറ്റിന് ശേഷം ഒരു എംപ്ലോയിക്ക്, അത് ഗവൺമെൻറ് എംപ്ലോയീസിന് കിട്ടുന്ന പെൻഷൻ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അതർ എംപ്ലോയീസിൻ്റെ കേസിൽ നമ്മൾ പെൻഷനെ വീണ്ടും നമ്മൾ രണ്ടായി നോക്കണം. വെദർ ദി എംപ്ലോയീസ് ഓൾസോ റിസീവ് ഗ്രാറ്റുവിറ്റി കിട്ടുന്നവരാണോ, സെക്കൻഡ് കേസിൽ പറഞ്ഞത് ഗ്രാറ്റുവിറ്റി കിട്ടാത്തവർ.
ഫസ്റ്റ് കേസിൽ നമ്മൾ വരുന്നത് അതർ എംപ്ലോയീസിൻ്റെ കേസിലാണ് പറയുന്നത്. പെൻഷൻ കേസിൽ ഫസ്റ്റ് റിസീവ് ഗ്രാറ്റുവിറ്റി ആണ്, ഡസ് നോട്ട് റിസീവ് ഗ്രാറ്റുവിറ്റി. എംപ്ലോയി ഗ്രാറ്റുവിറ്റി കൂടി റിസീവ് ചെയ്യുന്ന എംപ്ലോയി ആണോ എന്ന് നമ്മൾ നോക്കണം പെൻഷൻ വാല്യൂഷൻ കാണുമ്പോൾ. സെക്കൻഡ് കാറ്റഗറിയിൽ പറയുന്നത് ഗ്രാറ്റുവിറ്റി കിട്ടാത്ത എംപ്ലോയീസ്, ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യാത്ത എംപ്ലോയീസ് ആണ് വരുന്നത്. ദെൻ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ 1/3 ഓഫ് കമ്മ്യൂട്ടഡ് വാല്യൂ. കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ ആണ് എക്സംപ്റ്റ്. കമ്മ്യൂട്ടഡ് വാല്യൂവിൻ്റെ 1/3 എക്സംപ്റ്റഡ് ആണ്. ഇതിൽ 1/2 ഓഫ് കമ്മ്യൂട്ടഡ് വാല്യൂ. എക്സംപ്റ്റ്. ഇതാണ് പെൻഷൻ്റെ കേസിൽ വരുന്നത്. പെൻഷൻ ഒന്നുകൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പെൻഷൻ എന്ന് വെച്ചാൽ ആഫ്റ്റർ റിട്ടയർമെൻറ്റിന് ശേഷം നമുക്ക് റിസീവ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ പെൻഷൻ എന്ന് പറയുന്നത്. എംപ്ലോയീസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു 2 കാറ്റഗറീസ്, ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് അതർ എംപ്ലോയീസ്. ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, ടാക്സ് പേ ചെയ്യേണ്ട. ദെൻ അതർ എംപ്ലോയീസിൻ്റെ കേസിൽ നമ്മൾ 2ആയി കാറ്റഗറൈസ് ചെയ്യുന്നു. എംപ്ലോയീസ് ഹു ആർ റിസീവ് ഗ്രാറ്റുവിറ്റി, ഗ്രാറ്റുവിറ്റി കൂടി റിസീവ് ചെയ്യുന്ന എംപ്ലോയീസ് ആണ് ഫസ്റ്റ് കാറ്റഗറി. സെക്കൻഡ് കാറ്റഗറി ഡസ് നോട്ട് റിസീവ് ഗ്രാറ്റുവിറ്റി, ആ എംപ്ലോയീസിന് എന്ത് കിട്ടുന്നില്ല, ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യാത്തവർ ആണ്. ഇനി ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ എക്സംപ്റ്റഡ് എമൗണ്ട് ഓഫ് പെൻഷൻ ഈക്വൽ ടു 1/3 ഓഫ് കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ. കമ്മ്യൂട്ടഡ് വാല്യൂ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. നമുക്ക് കമ്മ്യൂട്ടഡ് വാല്യൂ പറഞ്ഞാൽ ഫുൾ പെൻഷൻ വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം, അതിനാണ് കമ്മ്യൂട്ടഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ പെൻഷൻ 10 ലക്ഷം ആണെങ്കിൽ അതിൻ്റെ ഒരു 1/3 പോർഷൻ കമ്മ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ടോട്ടൽ പെൻഷൻ നമ്മൾ കണക്കാക്കണം. കമ്പ്യൂട്ട് ചെയ്ത വാല്യൂ ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ടോട്ടൽ പെൻഷൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. ആ ടോട്ടൽ പെൻഷൻ കമ്പ്യൂട്ട് ചെയ്തതിൽ നിന്ന് 1/3 ആണ് എക്സംപ്റ്റഡ് ആയിട്ടുള്ളത്. ഓൺ ദ ബേസിസ് ഓഫ് കമ്പ്യൂട്ടഡ് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അതാണ് അതിൽ പറയുന്നത്. ദെൻ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യാത്ത എംപ്ലോയീസ് ആണെങ്കിൽ 1/2 ഓഫ് ദി കമ്പ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ. 1/2 ആണ്. റിസീവ് ചെയ്യുന്നവരാണെങ്കിൽ 1/3, ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യാത്തവരാണെങ്കിൽ 1/2. ഇതാണ് പെൻഷൻ്റെ കേസിൽ വരുന്നത്. ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി നമുക്ക് ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഇത് ഗ്രാറ്റുവിറ്റിയും പെൻഷനും ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഏതെങ്കിലും കേസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇനി ഇതിൽ വരുന്ന ഒരു കമ്പ്യൂട്ടേഷൻ മെയിനായി വരുന്ന ഒരു ഭാഗം കൂടിയാണ് എൻകാഷ്മെൻറ്റ് ഓഫ് ഏർൻഡ് ലീവ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.